എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തേക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബും പിന്നെ SCERTയിൽ ഈ ജലം എന്ന് പറയുന്ന ചാപ്റ്ററും ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും തൊട്ടടുത്ത ചാപ്റ്ററാണ് ഫൈബറും പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ രണ്ട് ചാപ്റ്റേഴ്സുമാണ് നമുക്ക് കൂടെ പഠിക്കാനുണ്ടായിരുന്നത്. അതോടുകൂടി 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് തീരും. അപ്പോൾ ഇന്ന് ഈ രണ്ട് ചാപ്റ്ററും ജലവും അടുത്ത ചാപ്റ്ററും കൂടി ഇന്ന് ഇടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് എന്ന രീതിയിൽ തരാൻ പറ്റിയില്ല. അപ്പോൾ ആ ക്ലാസ്സാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം PSCയുടെ ആനുവൽ കലണ്ടറൊക്കെ പബ്ലിഷ് ചെയ്തു അല്ലേ? അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് എക്സാംസ് എന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് SCERT എന്നുള്ളത് അല്ലേ? SCERTയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ SCERT ടെക്സ്റ്റ് വായിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഡിഗ്രി ലെവൽ എക്സാം അല്ലെങ്കിൽ CPO അങ്ങനെയുള്ള എക്സാമിന് പിന്നെ LDCക്കൊക്കെ ആയാൽ നമുക്ക് ഇക്കണോമിക്സ് അങ്ങനെയുള്ളതൊക്കെ ഏതിൽ നിന്നും പഠിക്കാം. +1 +2 NCERTയിൽ നിന്നും പഠിക്കാവുന്നതാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ 3 നിങ്ങൾ മസ്റ്റായിട്ടും എന്തായാലും ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഇത് ഇംഗ്ലീഷ് മലയാളം മാത്സ് അല്ലേ? ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ 3 നോക്കാം. ഇനി നമുക്കറിയാവുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം നാളെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു എക്സാമും കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടി പഠിച്ചെടുക്കുക. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്, ഓരോ ദിവസം 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് വീതം പഠിക്കാൻ തരുന്നു. അത് പഠിക്കുക. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാം എന്ന രീതിയിൽ. അപ്പോൾ ഇതുവരെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു ഡയറി എടുത്തിട്ട് എഴുതുക. നാളെ മുതലാണെങ്കിൽ നാളെ ഇപ്പം എന്താണ് ജാനുവരി 4 2023 ജാനുവരി അല്ലെങ്കിൽ ഡിസംബർ മുതൽ തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. ഡിസംബറിലെ ആദ്യത്തെ 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ആ ഡയറിയിൽ എഴുതി പോവുകയും അവസാനം ആ മാസം കഴിയുമ്പോൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കും. ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും ഇതിൽ പറയുന്നില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ജലം അല്ലേ? ജലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ, ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് നോക്കിയേ. അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം അല്ലേ? പിന്നെയോ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം 65% ജലം അടങ്ങിയിരിക്കുന്നു. 65% നോട്ട് ചെയ്യാം. പിന്നെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല കൃഷി, വ്യവസായം, ഊർജ്ജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കെല്ലാം ജലം ആവശ്യമാണ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നാം ജലം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ജലം കിട്ടുന്നത്? മഴവെള്ളം, കിണർ, ജലാശയം, അരുവികൾ, നദികൾ, കടൽ അല്ലേ? അതൊക്കെയാണ് നമ്മുടെ ജലസ്രോതസ് എന്നും പറയുന്നത്. ഇനി എങ്ങനെയാണ് ജലത്തിൻ്റെ അവസ്ഥകൾ നോക്കി. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം. ഇനി നമ്മൾ ജലത്തിൻ്റെ പഠിക്കാൻ പോകുന്നത് ബോയിലിംഗ് പോയിൻ്റ് എന്താണ് ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. ജലത്തിൻ്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിൻ്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനില ആ ദ്രാവകത്തിൻ്റെ തിളനിലയാണ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് തിളനില. അപ്പോൾ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം തിളച്ച് തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ? നമുക്കറിയാം, നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തിളച്ചു 100 ഡിഗ്രി സെൽഷ്യസ് ആയതിനു ശേഷവും ജലം തിളയ്ക്കുകയാണെങ്കിൽ ആ തിളയ്ക്കുന്ന ആ താപം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അത് അവസ്ഥാമാറ്റത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അവസ്ഥാമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് താപനില ഉയരാത്തത്. അതിനാൽ നാം കൊടുത്ത അധിക താപം മുഴുവൻ ഇതേ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിരിക്കും. നമുക്കറിയാം, നീരാവിയാണ് സാധാരണ. ഇപ്പോൾ ഒരു തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാളും ഗുരുതരം എന്ന് പറയുന്നത് ഏതാണ്? നീരാവി കൊണ്ടുള്ള പൊള്ളനാണ്. ഇനി നോക്കിയേ, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ
തിളനില ഉയരുന്നു. മർദ്ദം കൂടുമ്പോൾ പ്രഷർ കുക്കറിലെ ജലം 120 ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത്. അതിനാൽ ഉള്ളിൽ ഉയർന്ന താപനില നിലനിൽക്കുന്നു. അപ്പോൾ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില ഏതാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഓർക്കണം, മർദ്ദം കൂടുമ്പോൾ തിളനില എന്ത് ചെയ്യുന്നു? തിളനില ഉയരുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ 100 ഡിഗ്രി സെൽഷ്യസിനും 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലേ? 0 മുതൽ 100 വരെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എന്തവസ്ഥയിലാണ്? ദ്രാവകം, ലിക്വിഡ് ഫോമിലാണ്, ദ്രാവകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറുന്നു. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം, ഇവാപ്രേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ് അല്ലേ ഇവാപ്രേഷനെ പറ്റിയിട്ട്? കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ അല്ലേ ഇവാപ്രേഷനെ പറ്റിയിട്ട് പഠിച്ചതായിരുന്നു. അപ്പോൾ എന്താ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്? ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ഇവാപ്രേഷൻ അഥവാ ബാഷ്പീകരണം എന്നറിയപ്പെടുന്നത്. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു. ഇനി ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിലാണെങ്കിൽ അത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തെ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ എന്നറിയപ്പെടുന്നു. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നോക്കാം നമുക്ക് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ്, അതിനെ താപധാരിത എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി ആർക്കുണ്ട്? ജലത്തിനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബീക്കറിൽ ജലവും അടുത്തൊരു ബീക്കറിൽ വെളിച്ചെണ്ണയും ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാവുന്നത് ഏതായിരിക്കും? ഓയിൽ അഥവാ വെളിച്ചെണ്ണയായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. ജലത്തിൻ്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നോക്കാം. വാഹന എഞ്ചിനുള്ളിൽ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു അല്ലേ? റേഡിയേറ്റർ. പിന്നെയോ ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നു. ഭൂമിയിൽ 2 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൽ ഏകദേശം 65% ജലമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് ബോയിലിംഗ് പോയിന്റിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പഠിച്ചത് ജലത്തിൻ്റെ താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. ഇനി നമുക്ക് നോക്കാം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും എന്താ സംഭവിക്കുക? സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നതുവരെ സംഭവിക്കുന്നു. അപ്പം ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയരുന്നു. ഇത് തണുത്ത ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസ് നിറയുന്നു. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ ജീവനുകൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നു. നമുക്കറിയാലോ, ഇങ്ങനെ ഐസുള്ള സമയത്ത് ഐസ് മുകളിലും താഴെ എന്തുണ്ടാവും? ജലവും ഉണ്ടാവും അല്ലേ? ഈ ജലം ഘനീഭവിച്ച ഐസ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടും, സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഇനി അടുത്തത് എന്താണ് ഫ്രീസിങ് ഓഫ് വാട്ടർ അഥവാ ജലത്തിൻ്റെ ഘനീഭവിക്കൽ. ഫ്രീസറിൽ വച്ച ജലം ഉറഞ്ഞ് കട്ടിയാകുന്നത് നമുക്ക് പരിചിതമാണ്. താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ജലം എന്തായി മാറുന്നത്? ഐസായി മാറുന്നത്. അപ്പോൾ ജലത്തിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്, ഖരാങ്കം എന്ന് പറയുന്നത്.
ജലം ഘനീഭവിച്ച ഐസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് തന്നെ. ഐസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ജലം ഘനീഭവിച്ച ഐസ് ആകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടല്ലേ പണ്ടൊക്കെ. എന്താണ്? ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബ്ലേഡൊക്കെ ഇട്ട് നോക്കും. അപ്പോൾ അത് താന്ന് പോവാത്ത എന്താണ് എന്ന് ചില ചെറു പ്രാണികളൊക്കെ ഓടി നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രതലബലം അഥവാ സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത്. നോക്കാം. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതല വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായ സവിശേഷതയാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണം എന്താണ്? പ്രതലബലം. പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയാണ്. ഇപ്പോൾ ചോദിക്കാറുണ്ട്, എന്താ ചോദിക്കാറ്? അങ്ങനെ ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതിനും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണം എന്താണ്? സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലമാണ് അല്ലേ? പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. എന്താ ഇവിടെ പഠിക്കേണ്ടത്? ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏതാകൃതിയിലായിരിക്കുമ്പോഴാണ്? ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അതിനാലാണ് ചെറു ദ്രാവകത്തുള്ളികൾ ഗോളാകൃതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചെറു ദ്രാവകത്തുള്ളികൾ എന്തിലുള്ളത്? ഗോളാകൃതി പ്രാപിക്കുന്നത്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ഓടി നടക്കാൻ, ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതും ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിനും കാരണമാണ് ഈ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഇനി സോപ്പും ജലവും തമ്മിലുള്ള ബന്ധം. സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അലക്കും സോപ്പും നമുക്കൊന്ന് വായിച്ചു നോക്കാം. വസ്ത്രങ്ങളിലെ അഴുക്ക് നീക്കാൻ നൂലിഴകളിലൂടെ ജലം നന്നായി കടന്നു പോകണം. തന്മാത്രകളുടെ പരസ്പര ആകർഷണം കുറച്ചാൽ ഇത് സാധ്യമാകും. അതായത് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കണം. എന്ത് ചെയ്യണം? ജലത്തിൻ്റെ പ്രതലബലം കുറച്ചാലാണ് വസ്ത്രങ്ങളിലെ അഴുക്ക് നീക്കാൻ വേണ്ടി എല്ലായിടത്തും എന്തെത്തുള്ളൂ? ജലമെത്തുള്ളൂ. സോപ്പിന് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു. അതിനാൽ സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ എളുപ്പത്തിൽ കഴിയും. സോപ്പ് തന്മാത്രകൾ വസ്ത്രത്തിലെ അഴുക്ക് കണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജലതന്മാത്രകളെ ആകർഷിക്കുകയും ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ജലതന്മാത്രകളോടൊപ്പം അഴുക്ക് കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യാനും സാധിക്കും. അപ്പോൾ ജലവും സോപ്പും തമ്മിലുള്ള ആ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി. ഇനി ജലത്തിൻ്റെ ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നല്ലേ. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും നിർമ്മിക്കാനും ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് ജലം നിർമ്മിക്കാനും കഴിയും എന്നുള്ളത് നമ്മൾ ഏതിലാണ്? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബേസ് മുതലേ പഠിച്ചു വരുന്നത്. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് ആ ഒരു ബേസിൽ നിന്ന് തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ കൂട്ടി പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു പരീക്ഷണമൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെയുള്ളതാണ്, അതുകൊണ്ട് അത് പറയാത്ത. ഇനി ജലവും ലോഹങ്ങളുമായിട്ടുള്ള പ്രവർത്തനം, അത് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. എന്താണ്? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങളാണ് അല്ലേ? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവ. മഗ്നീഷ്യം എങ്ങനെയായിരുന്നു? മഗ്നീഷ്യം ചൂടുള്ള ജലമായും ഇരുമ്പ് നീരാവിയായും പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തുവിടുന്നു. മഗ്നീഷ്യമാണ് ചൂടുള്ളതായിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? അത് മഗ്നീഷ്യമാണ്. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല.
ഇനി ജലം എന്ന് പറയുന്ന യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലേ. നോക്കിയേ, സാർവിക ലായകം. ജലം എന്ന് പറയുന്നത് സാർവിക ലായകം അല്ലെങ്കിൽ നിർവീര്യ ലായകം എന്നൊക്കെ അറിയപ്പെടുന്നത്, ന്യൂട്രൽ സോൾവെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ജലമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യ ലായകം, ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ സാർവിക ലായകം എന്നറിയപ്പെടുന്നതും നിർവീര്യ ലായകം എന്നറിയപ്പെടുന്നതും ഏതാണ്? ജലമാണ്. നിറമുള്ള ഏത് പദാർത്ഥം ചേർത്താലും ചേർക്കുന്ന പദാർത്ഥത്തിൻ്റെ നിറം സ്വീകരിക്കാൻ ആർക്ക് കഴിയും? ജലത്തിന് കഴിയും. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായ ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം എന്ന് പറയുന്നത് ഒരു സാർവിക ലായകമാണ്. അപ്പോൾ ജലം എന്ന് പറയുന്ന സാർവിക ലായകവുമാണ്. നിർവീര്യ ലായകം, നിർവീര്യ ലായകം എന്ന് പറയുന്നത് ന്യൂട്രൽ സോൾവെൻ്റ് കേട്ടോ, സാർവിക ലായകവുമാണ്. ഓക്കെ, ഇനി മൃദുജലവും കഠിനജലവും നോക്കാം. ഓക്കെ, സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. സോപ്പ് നന്നായി പതയാത്തതിനെ നമ്മൾ എന്ത് പറയുന്നു? കഠിനജലം എന്ന് പറയുന്നു. ഇവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം, മഗ്നീഷ്യം ലവണങ്ങളാണ്. സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് പറയുന്നു. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിൻ്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറി. നോക്കി, ഇതൊരു എക്സ്പെരിമെൻ്റ് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിൻ്റെ കാഠിന്യം എന്ത് ചെയ്തപ്പോൾ മാറി? തിളപ്പിച്ചപ്പോൾ മാറി. ഇത്തരം കാഠിന്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം എന്നറിയപ്പെടുന്നു. അപ്പോൾ ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് ആണ്. ഈ താൽക്കാലിക കാഠിന്യം നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും? തിളപ്പിച്ച് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കും. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം, മഗ്നീഷ്യം ബൈകാർബണേറ്റുകളാണ്. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളും ലയിപ്പിച്ച് ജലത്തിൻ്റെ കാഠിന്യം തിളപ്പിച്ചപ്പോഴും മാറി. ഇത് സ്ഥിര കാഠിന്യമാണ്. അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴും മാറാത്തതിന് നമ്മൾ എന്ത് പറയുന്നു? അസ്ഥിര കാഠിന്യം എന്നാണ് പറയുന്നത്. അപ്പം ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. ഓക്കെ, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് എന്തിന് കാരണം? ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം. അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ ഇത് നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ജലം തിളപ്പിക്കുമ്പോൾ നീക്കപ്പെടുന്നു. ചൂടാക്കുമ്പോൾ ബൈകാർബണേറ്റുകൾ വിഘടിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. എന്നാൽ സ്ഥിര കാഠിന്യം ഇങ്ങനെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ രണ്ടും മാറിപ്പോരുത് കേട്ടോ. എന്താണ് ടെമ്പററി അഥവാ താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത്? ടെമ്പററി, താൽക്കാലിക കാഠിന്യം എന്ന് പറയുമ്പോൾ അത് തിളപ്പിച്ച് മാറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും പിന്നെയോ മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. ബൈകാർബണേറ്റ് അത് ടെമ്പററി. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? താൽക്കാലിക കാഠിന്യം തിളപ്പിച്ച് നീക്കാൻ വേണ്ടി സാധിക്കും. ഇനി പെർമനൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? പെർമനൻ്റ് എന്ന് പറയുമ്പോൾ അത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പിന്നെയോ മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുമാണ്. അതെന്ത് ചെയ്യാനേ പറ്റുള്ളൂ? നമുക്ക് തിളപ്പിച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതിന് അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ നമുക്കത് നീക്കം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി ജലവും വാതകങ്ങളും നോക്കാം. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ജലത്തിൽ ലയിക്കും. നമുക്കറിയാവുന്നതാണല്ലേ. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് ജലജീവനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ജീവിക്കുന്നവർ ഉപയോഗിക്കുന്ന ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ്. ഇതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചാണ് ജലം മലിനീകരിക്കപ്പെടുന്നത്. അപ്പോൾ ജലം മലിനമാണോ എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ജലത്തിൻ്റെ ലയിച്ചു ചേർന്ന ഓക്സിജൻ്റെ അളവ് എത്രത്തോളമുണ്ട്, അതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ജലം മലിനീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കാര്യങ്ങളും കൂടി നോക്കാം.
ജലമലിനീകരണത്തിന് കാരണമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം, അമിത രാസവള പ്രയോഗം, ഡിറ്റർജൻറ്റുകളുടെ അമിത പ്രയോഗം, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ, അങ്ങനെയൊക്കെയുള്ള ഇത് കോർത്ത് വയ്ക്കുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നു കഴിഞ്ഞാൽ എഴുതാവുന്നതാണ് അല്ലേ. അപ്പം ഏകദേശം എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലായല്ലോ ജലമായി റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റോ റാങ്ക് ഫയലോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വായിച്ച് നോക്കുക ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം. ഇനി നമുക്ക് എന്താണ് ജലകാഠിന്യം എന്നും കൂടി നോക്കണം. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിനും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണ് കഠിനജലം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കഠിനജലം ഉണ്ടാകുന്നത്? കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലം. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ സോപ്പുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ എന്ത് ചെയ്യില്ല, പതയുന്നില്ല. ഇനി എന്താണ് ഘനജലം? ഘനജലം എന്ന് പറയുന്നത് മൃദുജലം, കഠിനജലം എന്നിവയല്ലാതെ ഘനജലവും ഉണ്ട്. ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. അപ്പോൾ ഘനജലത്തിൽ ഏതാ ഉള്ളത്? ഡ്യൂട്ടീരിയം ആണുള്ളത്. ഘനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡാണ് കേട്ടോ. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഘനജലം. ഘനജലത്തിലെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയമാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഈ വിലയിരുത്താമെന്ന് പറയുന്നത് നമുക്ക് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞ് കെമിസ്ട്രിയുടെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓരോന്നോരോന്ന് ചെയ്യാൻ കുറേ അപ്പോൾ 2-3 ക്ലാസ്സൊക്കെ ആയിപ്പോയില്ലേ. അപ്പോൾ ഒരുമിച്ച് നമുക്ക് കെമിസ്ട്രിയുടെ എല്ലാം കൂടി ഒരുമിച്ച് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു എക്സാം എന്ന രീതിയിൽ ഈ SCERTയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തുടർന്നും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക.